സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ അതിജീവിച്ച് ആശമാരുടെ സമരം 40-ാം ദിവസത്തിൽ. ഇന്നലെ മുതൽ നിരാഹാര സമരം തുടങ്ങിയ ആശമാർക്ക് പൊതുപിന്തുണ ഏറുകയാണ്. ആശമാരുടെ സമരത്തിന് പിന്നിൽ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയമെന്നാണ് CPM-ന്റെ ആരോപണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 40-ാം ദിവസത്തിൽ. 2 ദിവസമായി തുടരുന്ന നിരാഹാര സമരം. എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ തീരുന്നില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, ഷീജ R, തങ്കമണി എന്നിവർ 2 ദിവസമായി നിരാഹാര സമരത്തിലാണ്. കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ കണ്ട മട്ടില്ല സർക്കാരിന്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതും ഇന്ന് വിവാദങ്ങൾക്ക് തിരികൊളുത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറെ ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയത് നാടകമെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ പ്രസ്താവന. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര, ആ ഡൽഹി യാത്രയുടെ വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞതിൻ്റെ ജാള്യതയിലാണിപ്പോൾ CPM-ഉം സംസ്ഥാനത്തെ സർക്കാരും. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരണവുമായി രംഗത്തെത്തി. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതേസമയം ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന നിലപാടിൽ സമരസമിതിയും ആശാവർക്കർമാരും ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് വീണ ജോർജ്. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ് പ്രതികരിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും വിശദീകരിച്ചു. കുറച്ചധികം സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിൽ, ആത്മവിശ്വാസത്തിൽ, നിലപാടുകളിലുള്ള വ്യക്തതയിൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്നുണ്ട്. പ്രതിപക്ഷത്തിന് പോലും അടുത്തിടെ സാധിക്കാതിരുന്ന സമരം കൂടിയാണ്. പക്ഷേ പരിഹാരം എന്നുണ്ടാകും? അത് തന്നെയാണ് ചോദ്യം. ടീം 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.